ഹായ്, ഇവനാണോ ഒരു ഭർത്താവ്? ഇപ്പൊ 28 വയസ്സ്, ഓർമ്മയില്ല, സംസാരമില്ല. ഇപ്പൊ അവന് അനുമോളെ വേണ്ട. എല്ലാം ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പൈസ അവന് വേണം, അത് മാത്രം മതിയായിരുന്നു. 6 ക്യാമറ സാറേ അവന്റെ വീട്ടിൽ വെച്ചേക്കുന്നത്. ഈ അബോധാവസ്ഥ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ 6 ക്യാമറ. എന്നിട്ട് അവൻ ഫേസ്ബുക്കിൽ കൂടെ ഇത് ചെയ്ത് ഈ മൂക്ക് കാമുകന്മാരുണ്ടെന്ന് അവൻ ഈ അവസ്ഥയാക്കിയിട്ടിട്ട് കഥവടച്ചാൽ മതി. നമ്മളെ നമുക്ക് ഇവിടെ ഇരിക്കാം, ബാ പൊന്നു അഞ്ഞു ബാ, ഇറങ്ങി ഓടി അങ്ങ് പോവും. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴിസ പോലും ഇല്ലാത്തോണ്ട് അവന്റെ പീഡനം സഹിച്ച് ഇത്രയും നാളെ ഞങ്ങൾ അവിടെ നിന്ന് ഈ വീഡിയോ ചെയ്ത പൈസ മൊത്തം അവന്റെ കയ്യില്ല. പല രീതിയിൽ അവൻ ചെലവാക്കും. അവന് പൈസ കിട്ടിയപ്പോഴത്തേക്ക് അവന് പ്രാന്തായി. ഒരു തരത്തിലും അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവള് നല്ലൊരു മിടുക്കി കുട്ടിയായിരുന്നു, പഠിക്കാൻ മിടുക്കിയായിരുന്നു. നമസ്കാരം. എന്തു പറയണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞൊരു വല്ലാത്ത സാഹചര്യം. ഈ ചിത്രത്തിൽ കാണുന്ന ഈ അനുമോളാണ് ഈ ഇരിക്കുന്നത്. 1 വർഷം മുമ്പ് ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അനുമോക്ക് അപകടം സംഭവിച്ചത്. അന്ന് മുതൽ ഇങ്ങനെ ഒരേ ഇരിപ്പാണ്. എനിക്കൊന്ന് ഒരുപാട് ചികിത്സ നടത്തിയാണ് ഇത്രയൊക്കെ ആക്കിയത്. 1 വർഷം കൊണ്ട് സംസാരിക്കത്തില്ല. ഒരു വല്ലാത്ത ഒരു സാഹചര്യമാണ്. കഥവ് തുറന്നാൽ ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥ. ഏറ്റവും സങ്കടകരം എന്ന് പറയട്ടെ, 10 മാസത്തോളം അപകടത്തിന് ശേഷം അനുമോള് മുതുപിലാക്കാടുള്ള ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. അനുമോടെ ചിത്രം കാണിച്ച് ഫേസ്ബുക്കിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചെന്നാണ് ഇവരൊക്കെ പറയുന്ന ഒരു ആക്ഷേപം. 6 ക്യാമറ അവന്റെ വീട്ടിൽ തന്നെ 6 ക്യാമറ ഉണ്ട്. അവൻ ടൂർ പോവാ, കോയമ്പത്തൂർ കാർ അവിടെ കൊണ്ടിട്ട് 3-4 ദിവസം കഴിയുമ്പോഴാണ് തിരിച്ചാ കാറിനകത്ത് വരുന്നത്. അതായത് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണിച്ച് ഫേസ്ബുക്കിലിട്ട് അതിലൂടെ കിട്ടുന്ന പണം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. എന്നിട്ട് ഈ ഒരു സ്വന്തം ഭാര്യയ്ക്ക് ചികിത്സ നൽകിയില്ലെന്നാണ് ഈ അമ്മ ആരോപിക്കുന്നത്. ഈ അമ്മയും കുടുംബങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെ ഒരു നിവൃത്തികെട്ടാണ് അനുമോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 2 അമ്മമാരാണ് ഇവിടെ ഉള്ളത്. ആണുങ്ങളോ ആരുമില്ല, സഹായത്തിന് ആരുമില്ല. മോള് അവിടെ കിടന്ന ഒരു പക്ഷേ മരിച്ചു പോകില്ല. എനിക്ക് വേണ്ട, അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ പിടിച്ചിങ്ങനെ കട്ടിലോട്ട് മെനഞ്ഞാൽ കൊണ്ട് തള്ളിയിട്ട് എന്നിട്ട് അവൻ കഥ അടച്ച് ഞങ്ങൾ വിളിച്ചു പോയി. അങ്ങനെ അവിടെ നാട്ടുകാരെല്ലാം യാതൊരു നിവൃത്തിയില്ലാതാണ് അനുമോളെ കൊട്ടാരക്കര നെല്ലിക്കുന്നതുള്ള ഈ ഒരു കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ മുന്നോട്ടുള്ള ചികിത്സയ്ക്കായിട്ട് ഈ അമ്മയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. അനുമോളെ, പൊന്നോളെ, അനുവേ, മോള് കൈ കൊടുത്തേ, കൈ തന്നെ അമ്മയ്ക്ക്. പൊന്നോള് കൈ തന്നെ. അനുമോളെ, അനുവേ, പൊന്നോളെ, കഥ അടച്ചാൽ മതി. ഓടും. നമ്മളെ നമുക്ക് ഇവിടെ ഇരിക്കാം, ബാ പൊന്നു അഞ്ഞു ബാ, നമുക്ക് ഇരിക്കാം. കട്ടിലേ ഇരിക്കാം, ബാ നമുക്ക് കട്ടിലേ ഇരിക്കാം. അവിടെ ഇരുന്നോണേ പൊന്നോളെ. ഇറങ്ങി ഓടി അങ്ങ് പോകും. അതുകൊണ്ട് ഞങ്ങൾ വഴിസ പോലും ഇല്ലാത്തോണ്ട് അവന്റെ പീഡനം സഹിച്ച് ഇത്രയും നാളെ ഞങ്ങൾ അവിടെ നിന്ന്. ഞങ്ങൾക്ക് അസുഖം വന്നാൽ കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. പിന്നെ അകത്ത് ബാത്റൂമില്ല, വെളിയില്ല. പിന്നെ അവളെ പിടിച്ചോണ്ട് പോയി. ഭയങ്കര ശക്തി. നമ്മൾ പിടിക്കുമ്പോൾ നമ്മളെ കൈ വെട്ടിച്ചോടും. അനുമോക്ക് ഭാര്യയും ഭർത്താവും കൂടെ പോയ വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയതാ. അവൻ മദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. മദ്യത്തിന്റെ ലഹരി അവന് ഹെൽമെറ്റ് വെക്കാനുള്ള ഓർമ്മ പോയില്ല. പക്ഷെ മോള് വെച്ചിരുന്നതാ. മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോൾ ഇവള് ഊരി അവരെ തലയെ വെച്ച് കൊടുത്ത്. അതിന് അവൻ ചോദിച്ചതാണോ എന്തോ അതെനിക്ക് അറിയത്തില്ല. 10 മിനിറ്റ് കഴിഞ്ഞ വണ്ടി തെറിച്ച് പോവുക ചെയ്തത്. വേറെ വണ്ടി ഒന്നും ഇടിച്ചതോ അല്ലാതെ വണ്ടി മറിഞ്ഞതോ ഒന്നും അല്ല. അവന്റെ കൈ തെറിച്ച് വീഴുവോ കുഞ്ഞു വീണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഈ പരമാവധി തന്നെ കൊണ്ടുപോയി ഇവർക്ക് സോഡിയം കുറഞ്ഞ. അപ്പോഴത്തേക്ക് മോള് മരണത്തോട് മല്ലടിക്കുക. സോഡിയം കുറഞ്ഞാന്ന് പറഞ്ഞ ഇവര് കുഞ്ഞിനെ പിന്നെ വെന്റിലേറ്ററിലിട്ട്. ഇപ്പൊ 28 വയസ്സ്, ഓർമ്മയില്ല, സംസാരമില്ല. ഇപ്പൊ അവന് അനുമോളെ വേണ്ട. ഞങ്ങൾ 2 മാസം മെഡിസിറ്റ് ചെയ്യുന്ന അവന്റെ ആളുകളോ അവന്റെ അച്ഛനും അമ്മയും വന്ന് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം, നിങ്ങളെ പോലെ ഉള്ളവരുടെ സഹോദരങ്ങളും അമ്മയും അച്ഛനും കിടക്കുന്നവരൊന്നും ഞങ്ങൾക്ക് ചായക്ക് ഞങ്ങൾ 2 മാസം തിണ്ണെ കസര ഇരുന്ന് നേരം വിളിപ്പിച്ച്. അനുമോൾ ഞങ്ങൾക്ക് റൂം എടുക്കാൻ നിവർത്തിയില്ല. അത് ഇങ്ങനെ നേരം എടുക്കുമ്പോൾ അനുമോളെ ഇനി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ മൊബൈലും കൊണ്ട് ഒരു വീഡിയോ ചെയ്യുക. അത് ഈ അനുമോളും മക്കള് എന്റെ പൊന്ന അതെടുക്കുന്നതിനും വരെ അവന് നല്ലതാണ്. പക്ഷേ ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവന് പുറത്ത് പോയിട്ട് ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ച കോയമ്പത്തൂർ പോകും. അവിടെ പിന്നെ അനുമോൾ എന്തെങ്കിലും ഒരു ഫോൺ കോൾ പോലും എന്റെ ഫോൺ ചെക്ക് ചെയ്യുക, ഒരു കോൾ വിളിച്ച് ചോദിക്കത്തില്ല. പിന്നെ അവന് തോന്നുമ്പോഴാണ് അവൻ ഇവിടുന്ന് കോയമ്പത്തൂർ 10 വട്ടം കാർ വിളിച്ച് പോയി. കാർ അവിടെ ഇട്ടിട്ട് അവൻ കൈയുടെ ചികിത്സയ്ക്ക് പോകുന്ന പറഞ്ഞാൽ പോകുന്നത്. അവൻ വരുമ്പോഴായി തിരിച്ച് ഈ കാറിനകത്ത് വരുന്നത്. എന്നിട്ട് ഈ മോളെ വലിയൊരു ദിവസം കൊണ്ടുപോകാനേ പറഞ്ഞുള്ളൂ ഡോക്ടർ. നിങ്ങൾ ഒന്ന് കൊണ്ടുപോയി വലിയൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞ പൈസ ഇല്ല, അവന്റെ ഇത്രയും ലക്ഷങ്ങൾ വന്നിട്ട് പൈസ ഇല്ലെന്ന്. എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞിട്ട് മറ്റേ മോളെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ഞാൻ 25 പവനും വീട് വെക്കാൻ 6 ലക്ഷം രൂപയും കൊടുത്ത്. മോള് കൊട്ടാരക്കര കോളേജ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2ാം വർഷമായിരുന്നു കല്യാണം. അങ്ങനെ ഇവൻ 45 ദിവസം ഞാൻ ഗൾഫിൽ പോയി. അവനെ പറ്റി ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അവൻ മോളെ കല്യാണത്തിന് 3 ദിവസം മുമ്പ് നാട്ടിൽ വരുന്നത്. എന്റെ ആങ്ങളമാര് പോയി അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. പക്ഷേ പിന്നെ പറയുന്നത് അവന് ക്രിമിനൽ സ്വഭാവമുണ്ട്. പിന്നെ 2 വർഷം നാട്ടിൽ നിന്ന് അന്നേരം ഭയങ്കര കൊച്ചിനെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത്. അതൊന്നും മോള് ഞങ്ങളുടെ അടുത്ത് പറയത്തില്ല. അന്നേരം ഒരു പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ കൈ വരഞ്ഞു കിടക്കുന്ന ഈ വിരൽ മൊത്തം. അനുമോളെ വേണ്ടാത്തോണ്ടല്ലോ അവ ഇറക്കി വിട്ടെ. ഇവൻ നേരത്തെ അനുമോളെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഇവന് വല്ല മായി ഒഴിച്ചു കൊടുത്താൽ പോയി. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കൊച്ചുകളുടെ ജീവിതം നഷ്ടപ്പെടുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ അമ്മ പറയുന്ന കുറേ അധികം കാര്യങ്ങൾ ഞാനിത് കൂടുതൽ പ്ലേ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേരിട്ട് കാണാം. ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചതൊരു സത്യം പറഞ്ഞാൽ ഒരു പറ്റിക്കൽ നാടകമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കേരളത്തിലുള്ള മനുഷ്യരത് അർഹിക്കുന്നു എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നറിയാമോ? പലർക്കും ആപ്റ്റായ ആവശ്യക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരാരും തന്നെ ഇങ്ങനെ തെണ്ടില്ല. ഈ പെൺകുട്ടിക്ക് സുഖമില്ലാതായി, അതിൻ്റെ കാരണക്കാരൻ അവനാണെന്നാണ് ഈ അമ്മ പറയണത്. ഒരിക്കലുമല്ല. അവർ തമ്മിൽ പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖം വന്നു, തീർച്ചയാണ്. അപ്പോൾ അതിൽ അവൻ സംരക്ഷിക്കാൻ തയ്യാറാകുന്നത് തന്നെ ഈ കുട്ടിയെ കൊണ്ടൊരു ഉപകാരം അവനുള്ളത് കൊണ്ടാണ്. അതായത് അവളെ സംരക്ഷിച്ച് കൂടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് പണം ഉണ്ടാക്കാൻ പറ്റും. കാരണം കേരള ജനത അങ്ങനെയാണ്. അനാവശ്യമായ സിമ്പതികളിൽ പോയി ചാടിക്കൊടുക്കും. കൂടെ ഒരാളെ കാണിച്ചാൽ ഞാൻ ഇവരെ കെയർ ചെയ്യുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊഴിലില്ലായ്മ പദ്ധതിക്ക് ഒരു ഇതാകും.
ഇപ്പം ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്തവന്മാർക്ക് ഏറ്റവും എളുപ്പം അവർക്ക് ഫേവർ, ഇപ്പം മകനോ മകളോ ഭാര്യയോ ഇങ്ങനെ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ളവരെയോ ഒക്കെ ചേർത്ത് പിടിച്ചിട്ട് അവരെ വെച്ചുകൊണ്ട് അവരെ കാണിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നൊരു ടോണുണ്ട്. അത് ഒരുപാട് പേര് ഇവിടെ ചെയ്യുന്നുണ്ട്, ഇഷ്ടമാതിരി ആളുകൾ ചെയ്യുന്നുണ്ട്. പലരും തങ്ങളുടെ അവസ്ഥകളെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ഒരു കോമഡി ആർട്ടിസ്റ്റിനെ കാണിക്കുന്നുണ്ട്, പിന്നെ അവരുടെ പറമ്പ്, അവർ താമസിക്കുന്ന ഒരു ചെളിക്കുണ്ടിലാണ്. ആ ചെളിക്കുണ്ടിൽ നിന്ന് മാറി അവർക്കൊരു വാടക വീട്ടിൽ താമസിച്ചൂടെ? അതിനുശേഷം അവർ നല്ല ആരോഗ്യമുള്ളവരല്ലേ, അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കിക്കൂടെ? ഇപ്പോൾ ലൈഫ് പദ്ധതിയുണ്ട്, എല്ലാത്തിനും നല്ല സ്ട്രഗിൾ ഉണ്ട്, ഈസി ഗോ ഒന്നുമല്ല, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെ ജീവിക്കുള്ളൂ. അതിൽ കിടന്നുകൊണ്ട് വീഡിയോ ഇട്ട് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി വീട് വെക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ കേരളത്തിലുള്ള ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണെന്നാണ് ഇവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ കുട്ടീനെ കാണിക്കുമ്പോൾ തന്നെ ഒരാൾ തിരിച്ച് ചോദിച്ചു, ഇപ്പം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് എയറിലാക്കും. കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ്. ഈ കുട്ടിയെ കാണിച്ചുകൊണ്ട് ഇവൻ ഇത് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം അമ്മയെ ഏൽപ്പിച്ചിട്ട് നിനക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറിപ്പോകും. ഇത് കണ്ടാൽ മനസ്സിലാകുന്ന ബോധമുള്ളവർ അങ്ങനെ പറയുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യും? അവർ ഉക്കുരുട്ടി വെച്ചിരിക്കുന്ന പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവൻ അതും കൊണ്ട് കോയമ്പത്തൂരോ അമേരിക്കയിലോ ഒക്കെ പോകും. വീട്ടിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി, അതാണ് പിന്നെ വീട്ടിലെ ഈ കുട്ടിയുടെ നഴ്സ് എന്ന് പറയും, അത് ഹോം നഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവൾക്കൊപ്പം ലീലാവിലാസങ്ങൾ നടത്തും. അങ്ങനെ കുറേ കാര്യങ്ങൾ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത് ഇനിയും ആവർത്തിക്കപ്പെടുമെന്നതിനപ്പുറം ഇതിനൊരു തീരുമാനമോ ഇതോ ഒന്നും ഉണ്ടാവില്ല. അമ്മയുടെ സങ്കടം കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു മകൾ അവളെ കഷ്ടപ്പെട്ട് 25 പവൻ കൊടുത്ത് കെട്ടിച്ചു, ഞാൻ കാശ് കൊടുത്തു എന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെ നമ്മുടെ നിയമത്തിന് എഗൻസ്റ്റ് ആണ്. ആ അമ്മ പറയുന്നത് തന്നെ വളരെ വലിയ തെറ്റാണ്. 25 പവൻ കൊടുത്തു എന്ന് പറയുന്നത് സ്ത്രീധനമാണ് ഈ പറയുന്നത്. ഈ രാജ്യത്ത് സ്ത്രീധന നിരോധനമുണ്ട്. കൊടുക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. അവിടെയാണ് ഈ അമ്മ ഇത് പറയുന്നത്. ഇത്രയും സ്വർണം കൊടുത്തിട്ട് എനിക്ക് എൻ്റെ സ്വർണം വേണമെന്ന് വാശി പിടിച്ച് കേസ് കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കാതിരിക്കുക, അതിൽ വരുന്ന ആൾ മതിയെന്ന് വെച്ചാൽ പോരെ. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിക്കുന്നില്ല? ഞാൻ പറയുന്നത് ചിലപ്പോൾ ഡയലൂട്ട് ആകാത്ത ഒരുപാട് പേരുണ്ടാകും. പക്ഷെ വാസ്തവം പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് നല്ല രീതിയിൽ അവരെ സ്വയം പര്യാപ്തരാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുക. 20 വയസ്സ് 25 വയസ്സ് കെട്ടിച്ചില്ലെങ്കിൽ തീർന്നു എന്ന് കരുതുന്നവർ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി അതുങ്ങളെ വിവാഹം കഴിച്ചു വിട്ടാൽ ഈ പ്രശ്നമേ വരത്തില്ല. സ്ത്രീധനം എന്നൊരു വാക്കേ അവിടെ വരില്ല. സ്ത്രീ തന്നെയാണ് ധനം. ഇനി പുതിയൊരു ധനമൊന്നും കൊണ്ട് കൊടുക്കേണ്ടില്ല. ഡിമാൻഡ് ചെയ്യുന്നവൻ നാളെ ആ പണം തീരുമ്പോൾ നിന്റെ മകൾക്ക് പട്ടി വിലയെ കൊടുക്കുള്ളൂ എന്നൊരു ബോധം കൊടുക്കുന്ന വീട്ടുകാർക്ക് ഉണ്ടാകണ്ടേ? നാട്ടുകാരെ കാണിക്കാനാണോ ഇത് ചെയ്തത്? അപ്പം പണം പോയോ? ആ ക്യാഷ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ മാസാമാസം മകൾക്ക് സ്നേഹത്തോടു കൂടി ഒരു തുക കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ കാശ് എടുത്ത കുട്ടിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാമായിരുന്നു. സോഡിയം കുറയുന്നത് ഒരു വലിയ മാരകമായ അസുഖമാണ്. പക്ഷെ അത് മാറാൻ ചാൻസ്, ചികിത്സിച്ചാൽ മാറും. പ്രായക്കുറവാണ് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഈ മാറും എന്നൊരു സംവിധാനത്തിലേക്ക് ഞാൻ ചിന്തിക്കുന്നത്. പ്രായം കൂടിയവർക്ക് ചിലപ്പം അത് മാറാൻ ചാൻസ് കുറവായിരിക്കും. ഇത് യൂഷ്വലി നടക്കുന്ന മിക്കവാറും ഉള്ളവർക്കുള്ള അസുഖമാണ്. ആക്സിഡൻറ്റ് നടന്നു, കുട്ടിക്ക് ഓർമ്മ മാറി, പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർ അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. മകളെ ചേർത്ത് പിടിക്കുന്ന ഈ അമ്മയെ സപ്പോർട്ട് ചെയ്താലും ആ അവനെ സപ്പോർട്ട് ചെയ്തവർക്ക് ഇപ്പം മനസ്സിലാകുമല്ലോ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എന്താണെന്ന്. ഇങ്ങനെ സാധൂകരിച്ചുകൊണ്ട് ആരോഗ്യമുള്ളവർ വന്ന് സ്വന്തം ആൾക്കാരെ കാണിച്ചിട്ട് ഇവർക്ക് ഇത്ര കൊടുക്കുമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പൈസ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാര്യയ്ക്ക് സുഖമില്ല എങ്കിൽ ഭർത്താവ് കാണിക്കുന്ന ഞൊളപ്പിന് നല്ല പിടയാണ് കൊടുക്കേണ്ടത്. ആ കുട്ടിയെ സെക്യൂറായ ഒരു ഹാൻഡിൽ ഏൽപ്പിക്കാൻ അവിടെ അമ്മയുണ്ടായിരുന്നു. കൊടുത്തിട്ട് പോയിക്കൂടെ? ജോലിക്ക് പോകത്തില്ല, ഈസി ആയിട്ട് നല്ല എമൗണ്ട് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു. 50-100 വെച്ചാണെങ്കിലും 100 പേര് കൊടുത്താൽ എത്ര രൂപയായി? 10,000 പേരായോ? 10,000 രൂപയായോ? ഈ ക്യാഷ് ഒരിക്കൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പിന്നെ നമ്മളെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ചെയ്യിക്കും. നമ്മൾ ഭിക്ഷ എടുക്കുന്നവരെ കണ്ടു നോക്കണം. അവരെ പിടിച്ചു കൊണ്ടുപോയി കുളിച്ചു ഒരുക്കി ഒരിടത്ത് ഇരുത്തിയിട്ട് ഒരു ജോലി കൊടുത്ത് അവർ ചെയ്യൂല. അവർ വീണ്ടും കൂറ ഡ്രസ്സ് ഇട്ടിട്ട് വീണ്ടും അതേ ഭിക്ഷ എടുക്കാനേ പോകുള്ളൂ. കാരണം അവർക്ക് അതാണ് ഇഷ്ടം. അതൊരു ഈസി മണിയാണ്. വിയർക്കാതെ പണം കിട്ടും. വിയർക്കാതെ മറ്റുള്ളവൻ്റെ കഷ്ടപ്പാട് പിടിച്ചു പറിച്ച് തിന്നുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഇതിനെതിരെ ഒന്നും ചെയ്യാനാകത്തില്ല എന്നുള്ളത് വസ്തുത. ഇനി വല്ലതും പറഞ്ഞാൽ ഇപ്പം ഇത് പറഞ്ഞതിന് ഇപ്പം എന്നെ ആക്രമിക്കാൻ വരും കുറേ പേര്. കാലം തെളിയിക്കും എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഭിക്ഷയെടുത്ത് ജീവിച്ച് ശീലിച്ചവർ എന്നും ഭിക്ഷയെടുത്തേ ജീവിക്കുകയുള്ളൂ. അത് മാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന നാണക്കേട്. ഈ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞ് എന്തുമാത്രം അയാളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും പറയണ്ടേ? അവൾക്ക് എന്ത് നാണക്കേടാണ് മറ്റുള്ളവരിൽ നിന്ന് ഇരന്ന് അവൾക്ക് ആഹാരം കൊടുക്കുന്നത്. അത് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും അതിന് പ്രതികരിച്ചിട്ടുണ്ടാവും. ആ കുട്ടിക്ക് അത് സംസാരിക്കാനുള്ള ഇതില്ല.
പലരും ഇതുപോലുള്ള ഡ്രാമകൾ കാണിക്കുന്നുണ്ട്. പലർക്കും ഇതൊരു സ്ഥിര പരിപാടിയാണ്. അവർക്ക് ഏത് രീതിയിലുള്ള സെക്യൂരിറ്റി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്താലും, ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ കൊടുത്താലും അവർക്കത് ആകത്തില്ല. അവർക്ക് പഴയ കാര്യങ്ങൾ തന്നെയാണ് നല്ലത്. വീണ്ടും ഇരുന്ന് കരയുക, വീണ്ടും ഇരുന്ന് ഇരക്കുക, വീണ്ടും ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയുക, അത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ കളി. ഇപ്പോൾ വേറെ ആരൊക്കെ വീണ്ടും മയക്കും കൊണ്ട് അയാളെടുത്ത് പെട്ടുണ്ട്, നിങ്ങൾ ചെയ്തത് ശരിയാണോ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഇതിൽ കൂടുതൽ വ്യക്തമായ ഒരു സാധനമുണ്ടോ? പിന്നെ എന്തിനാ മയക്കം കൊണ്ട് അങ്ങോട്ട് പോകുന്നേ? ആ വ്യക്തിക്ക് കൃത്യമായി പറഞ്ഞാൽ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയ 25 പവനും അതിനോടനുബന്ധിച്ചിട്ടുള്ള സർവത്ര സാധനങ്ങളും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടത്തേണ്ടത്. അത് വാങ്ങി തിരിച്ച് അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ നോക്കട്ടെ ആ മകളെ അമ്മ സെക്യൂറാക്കി നിർത്തും. ആ അമ്മയ്ക്ക് കൊടുത്താൽ പോലും അയാൾക്ക് കൊടുക്കാൻ പാടില്ല. അമ്മ മകളെ നന്നായിട്ട് സംരക്ഷിക്കും. അവരെ കൊണ്ടേ പറ്റുള്ളൂ. ഒരാളില്ലാതെ ആ കുട്ടിയെ കൊണ്ട് പറ്റില്ല. അന്ന് ഇയാൾ വീഡിയോ ഇടുമ്പോഴും അവിടെയും ഈ അമ്മയുണ്ടായിരുന്നു. എന്തുകൊണ്ട് അമ്മ അത് ഓക്കെ എന്ന് പറഞ്ഞു? അന്ന് ഈ ക്യാഷ് വരുമ്പോൾ അമ്മയ്ക്ക് കൊള്ളാമായിരുന്നു. ഒരുപക്ഷെ അമ്മയ്ക്കത് നിഷേധിക്കുമ്പോഴും മരുമകൻ വേറൊരു പെണ്ണുമായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള അമ്മയുടെ മനസ്സ് വെപ്രാളം കൊണ്ടായിരിക്കും. അമ്മ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുമുണ്ട്. ഈ വിഷയത്തിൽ അയാൾക്ക് മറ്റൊരു ലൈഫ് ഉണ്ടെങ്കിൽ അയാൾ അതുമായി മുൻപോട്ട് പോകട്ടെ, അയാളെ വെറുതെ വിടൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിക്കൂ, കൊണ്ടുവരൂ, അസുഖത്തിന് ട്രീറ്റ് ചെയ്യൂ, അത് മാറട്ടെ, നന്നായി വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പറയുന്നു, ആത്മാഭിമാനം വിറ്റ് ജീവിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ഇരന്ന് ജീവിക്കുന്നതിനകത്ത് ഒരു അഭിമാനമില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മൾ ചോദിക്കുന്നു, തെറ്റില്ല, തർക്കമില്ല, നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അത് നേടിയെടുക്കാൻ സോഴ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പണത്തിന് വേണ്ടി എതിർക്കരുത്, വെയിറ്റ് ചെയ്യരുത്. സന്തോഷത്തോടു കൂടി അവർ 5 രൂപ തന്നാൽ അത് വാങ്ങുന്നതിൽ തെറ്റുമില്ല. പക്ഷേ അപ്പോഴും അത് തിരിച്ചു കൊടുക്കണമെന്നൊരു നമ്മുടെ മനസ്സിലുണ്ടാക്കി വെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നന്മ വരുള്ളൂ. അല്ലെങ്കിൽ എന്നും നിങ്ങൾ ഈ ചെളിക്കുണ്ടി തന്നെയായി കിടക്കുന്നുണ്ടാവും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. ആരെയും നോവിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആ അമ്മയ്ക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യാൻ ഞാനും തയ്യാറാണ്. ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനൊരു എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ഉറപ്പ് കിട്ടണം ആ കുട്ടിക്ക് തന്നെ, അതിൻ്റെ ചിലവിലേക്ക് തന്നെയാണ് ഈ പൈസ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ഈ ഒരുപാട് പേര് ഇതുപോലെ ചാരിറ്റി കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. പലർക്കും ഇപ്പം ഇതൊരു വരുമാന മാർഗം മാത്രമാണ്. വീട്ടിലൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ അങ്ങോട്ട് കാണിച്ചിട്ട് അവരെ വെച്ച് തെണ്ടുക എന്നുള്ളത്. അപ്പം നമ്മൾ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും, അതൊന്നും അവർക്ക് അക്സെപ്റ്റൻസ് ആവില്ല. അവർക്ക് പിന്നെ നമ്മളായിരിക്കും ശത്രുത. പിന്നെ ആക്രമണം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്, പറയാൻ പറ്റത്തില്ല. അമ്മാതിരി ആക്രമിച്ച് കളയും. ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഒരാളുടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറയുമ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആരോടും ഇപ്പം അത് പറയാറില്ല, താല്പര്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ ചെയ്യട്ടെ. നിങ്ങളുടെ പണം, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ആർക്ക് പോയി ചേരണമെന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത് ആലോചിച്ച് കൊടുക്കും. ഇത്തരം കള്ളക്കെണികൾ ഒരുപാട് പേര് ചാനലുകളിൽ കൂടെ പറയുന്നുണ്ട്. അവർ ആ ചാനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാനാണ്. നമ്മൾ കാണുന്ന 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പോട്ടെ, 1 മണിക്കൂറുള്ള ആ ഒരു സാധനം മാത്രമല്ല അവരുടെ ലൈഫ്. ഞാൻ ഈ 1 മണിക്കൂർ നിങ്ങളെ കാണിക്കുന്നതല്ല എൻ്റെ ലൈഫ്. ഒരുപാട് പ്രോബ്ലംസ് ഞാൻ നിങ്ങളെ കാണിക്കാത്തതുണ്ടാവും. ഏറ്റവും നല്ല വശങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു വശം അതിനകത്തുണ്ടെന്നുള്ളത് തിരിച്ചറിവാണ്, അത് മനസ്സിലാക്കുക. അവരവർക്ക് അറിയാമല്ലോ. ഇപ്പം നിങ്ങളുടെ പണം നിങ്ങൾ ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങളാ ചിന്തിക്കുന്നത്. ഞാൻ ഈ ചാരിറ്റികൾക്കൊന്നും ബൂസ്റ്റപ്പ് ചെയ്യാൻ തയ്യാറാകാത്തതിൻ്റെ റീസൺ അതാണ്. ഒരു പരിധി കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റിക്കുന്നതെന്ന് വ്യക്തമായി ധാരണയുണ്ടായാൽ ഞാൻ വഴിക്ക് പോകാറില്ല. ശല്യം ചെയ്യില്ല, വഴിക്ക് പോകാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും പലരും വന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്താൽ പോലും ഞാൻ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്യാത്ത. കാരണം ഞാൻ വഴി അങ്ങനെ ഒരു അപജയം സംഭവിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്നെ വിശ്വസിക്കുന്നവർ പൂർണ്ണമായും വിശ്വസിച്ചിട്ടായിരിക്കും ഒരു തുക അവർക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ ഓക്കെ, അല്ലാതെ അവരെ പറ്റിക്കുന്നത് ഞാനും കൂടെ ചേർന്ന് പറ്റിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഒരുപാട് പേരുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ പണത്തിന് ആവശ്യമുണ്ട്. അവരെല്ലാവരും ഒരു ചാനൽ തുടങ്ങിയിരുന്ന് തെണ്ടുന്നില്ലല്ലോ. ഇത്തരത്തിൽ തെണ്ടുന്നവരെ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യസ്ഥിതി ശരിയാണെങ്കിൽ എന്ത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. ഒരുപാട് പേര് നമ്മൾ റോഡ് വക്കിൽ കാണുന്നില്ലേ, ലോട്ടറി വിൽക്കുന്ന സ്ത്രീകളിലെ, മീൻ കച്ചവടക്കാരില്ലേ, ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ നല്ല വരുമാനവുമുണ്ട്, പ്രോബ്ലംസും ഉണ്ട്. ആ സൊല്യൂഷനാണ് അവർ വരുമാന മാർഗമാക്കി സ്വീകരിച്ചിരിക്കുന്നത്. ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. ആ തൊഴിൽ സ്വീകരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള വരുമാനത്തിൽ ജീവിക്കാൻ പഠിക്കുകയും ചെയ്യുന്നവർക്ക് സക്സീഡ് ചെയ്യും. ഇവിടെ ആരോഗ്യ മേഖലകളിൽ തന്നെ ഒരുപാട് ഗവൺമെൻറ് സെക്ടറുകളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ച് കഷ്ടപ്പാടാണ്, ഈസി ഗോ അല്ല, അത് ഞാനും തർക്കിക്കുന്നില്ല. പക്ഷേ ഞാൻ 12 ലക്ഷത്തോളം രൂപ എൻ്റെ കാലുകൾക്ക് വേണ്ടി ചിലവാക്കി.
12 ലക്ഷം രൂപ ചിലവാക്കിയിട്ടും എൻ്റെ അസുഖം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ റിക്കവർ ആകും, ചിലപ്പോൾ ഡൗൺ ആകും, അങ്ങനെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടില്ല. അവസാനം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 6 അംഗ സംഘം ആർത്രൈറ്റിസ് ഡോക്ടേഴ്സിൻ്റെ ഇടയിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ മെൻ്റലി സ്റ്റഡി ആയിരിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, അതായത് ഫിസിയോതെറാപ്പി ചെയ്യുക, മെഡിസിൻ കൃത്യമായിട്ട് എടുക്കുക, നിങ്ങൾക്ക് റിക്കവറി ഉണ്ടാവും, ഓപ്പറേഷന് വേണ്ട, ഒന്നും വേണ്ട, സക്സീഡ് ചെയ്യും. പക്ഷെ പറയുന്നത് കൃത്യമായി അനുസരിക്കുക. നിങ്ങൾക്ക് ആർത്രൈറ്റിസ് ആണ്, അതിൻ്റെ എക്സീഡ് ലെവലിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ BP ഡൗൺ ആകുന്ന ഒരു സാധനമുണ്ട്. ഇത് അവരാണ് പഠിപ്പിച്ചത്. എനിക്ക് ആകെ ചിലവ് 3 രൂപയാണ്. അവിടെ എൻട്രി 3 രൂപയാണ്. എൻ്റെ ആകെ ചിലവ് 3 രൂപയാണ്. ബാക്കി ഫ്രീ ആയിരുന്നു. ഞാൻ 12 ലക്ഷം ചിലവാക്കിയിട്ടും എനിക്ക് ഓപ്പറേഷൻ വേണം, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് അല്ലാതെ ഒരാൾ പോലും ഇതുപോലൊരു സമാധാനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഗവൺമെൻറ് സെക്ടറുകളിൽ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടായാലും ആരും പോകില്ല, ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതൊരു പ്രത്യേകതരം സോക്കേടാണ്, ഒന്നും പറയാനില്ല. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ടുള്ള മെഡിസിനും അക്സെപ്റ്റൻസും ഗവൺമെൻറ്റിൽ കിട്ടും. ഒരു പാളീച്ച വന്നു എന്ന് കരുതി ഗവൺമെൻറ്റിനെ മൊത്തത്തിൽ അങ്ങോട്ട് തള്ളി പറയണത് ശരിയില്ല. മറ്റൊരിടത്ത് അവർ ഫിനാൻഷ്യൽ ഗെയിൻ നോക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ അങ്ങനെയല്ല. സ്പെസിഫിക് ആയിട്ട് അവർ മെയിൻ ആയി നോക്കുന്നത് സർട്ടിഫിക്കറ്റ്സ് ആണ്. വാലിഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ഡോക്ടറെ പോലും ഗവൺമെൻറ് സെക്ടറിൽ എടുക്കത്തില്ല. നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റും. പിന്നെന്താ, അവിടെ കുറേ പക്ഷിഷ ആ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് റെക്ടിഫൈ ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷേ എവിടെയും എന്താണെന്ന് അറിയാം, വിയർക്കണം, അധ്വാനിക്കണം, അല്ലാതെ നമുക്ക് ഒരിടത്തും നമുക്ക് ഗെയിൻ ഉണ്ടാവില്ല. നോ പെയിൻ നോ ഗെയിൻ, അതാണ് സത്യം. നമുക്ക് നേടേണ്ട കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ ചെയ്യില്ല, മെനക്കെടില്ല. അങ്ങനെയുള്ളവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടേക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ഈ കുട്ടിയോട് വളരെ സഹതാപമുണ്ട്. പക്ഷേ അമ്മ ഇപ്പോൾ പൂർണ്ണമായും മരുമകനെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ പാതി അമ്മയും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അമ്മയ്ക്ക് തിരിച്ചറിവ് വന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സോ വീണ്ടും അത് തന്നെയാണ് ചെയ്യുന്നത്. മകളെ കാണിച്ചുകൊണ്ട് വീണ്ടും അത് തന്നെയാണ് അമ്മയും തുടരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായൊരു നടപടിയാണോ അല്ലയോ എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് വിടുന്നു. നിങ്ങളുടെ കമൻറ്റിൽ കൂടെ പറഞ്ഞാൽ വലിയ ഉപകാരം. എനിക്ക് മനസ്സിലാകുമല്ലോ. തെറിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. കാരണം ഇത്തരം വിഷയങ്ങൾ വളരെ സെൻസിറ്റീവാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. 3 മാസക്കാലം ഞാൻ എയറിലേക്ക് പോകാനും എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആയുന്ന ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര മൈൽഡായിട്ട് പറയണത്. സത്യത്തിൽ പറഞ്ഞാൽ ഈ വിഷയത്തിൽ എനിക്ക് തീർത്തും ഇഷ്ടമില്ല. ഒത്തിരി പേര് ഇൻബോക്സിൽ കൊണ്ടുവന്നിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തിട്ടുള്ളത്. താങ്ക് യു.